5 കുരുന്നുകൾക്ക് പുതുജീവനേകിയ ആലൻ ഷെറിൻ എബ്രഹാമിന് യാത്രാമൊഴിയേകാൻ ജന്മനാട്. ആലൻ ഷെറിന്റെ മൃതദേഹം വാലുമണ്ണിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് കുഞ്ഞിനെ അവസാനമായി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 3 മണിക്ക് പത്തനംതിട്ട മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിലാണ് സംസ്കാരം. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് മല്ലപ്പള്ളിയിൽ നിന്ന്. ഷിജോ, നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് അവിടുത്തെ ആ ഒരു വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. ഒരുപാട് പേര് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വല്ലാത്ത തിരക്കുണ്ടോ? പറയും. ഷിജോ കുര്യൻ അല്പസമയത്തിനകം അവിടെ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി ചേരും എന്നാണ് കരുതുന്നത്. ഇന്ന് അതിരാവിലെ മുതൽ നിരവധി പേർ, അത് പരിചയമില്ലാത്തവർ പോലും ഈ വാർത്ത കേട്ട് ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ, കുഞ്ഞിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായി ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നിരവധി പേർ, ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. സംസ്ഥാനത്തെ തന്നെ ആദ്യ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ് വീട്ടിൽ ആലൻ ഷെറിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് രാവിലെ 7 മണിയോടുകൂടി മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മോർച്ചറിയിലായിരുന്ന മൃതദേഹം പുറത്തേക്ക് എത്തിച്ച് അവിടെ ഏതാണ്ട് ഒരു മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ചിരുന്നു. 100 കണക്കിന് ആളുകൾ ആശുപത്രിയിലടക്കം ഈ കുഞ്ഞിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ആശുപത്രിയിലും എത്തിയിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുകയാണ് വീട്ടിലെ പൊതുദർശനം. 100 കണക്കിന് ആളുകൾ ഈ കുഞ്ഞിനെ, ആലൻ ഷെറിനെ കാണാനായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ നാട്ടിലുള്ള ആളുകളും ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ അവസാനമായെന്ന് കാണാൻ വേണ്ടിയാണ് ആളുകൾ ഇവിടേക്ക് വരുന്നത്. വരുന്നവർക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിനെ കാണാനുള്ള ക്രമീകരണം വൈദികരും മറ്റ് ബന്ധപ്പെട്ട ആളുകളും ചേർന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിൽ കുഞ്ഞിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. ഏതാണ്ട് 1 മണിക്കൂറോളം വീട്ടിലെ ശുശ്രൂഷകൾ നീണ്ടു നിൽക്കും. 1 മണിക്കൂറിന് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടിയായിരിക്കും നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലേക്ക് ശവസംസ്കാരത്തിനായിട്ട് മൃതദേഹം കൊണ്ടുപോവുക. ഈ കൊണ്ടുപോകുന്ന വീട്ടിൽ വെച്ച് തന്നെ ഔദ്യോഗിക ബഹുമതികൾ നൽകാനുള്ള ആലോചനയാണ് നിലവിൽ ബന്ധപ്പെട്ട അധികൃതർ എടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ ഔദ്യോഗിക ബഹുമതികൾ നൽകിയായിരിക്കും 10 മാസം പ്രായമായ ആലൻ ഷെറിൻ എബ്രഹാമിനെ യാത്രയാക്കുക. നമുക്കെല്ലാവർക്കും അത്രമേൽ പ്രിയങ്കരിയാണ് ആലൻ ഷെറിൻ എബ്രഹാം. 10 മാസം മാത്രം ഹ്രസ്വമായിട്ടുള്ള കാലഘട്ടത്തിൽ മാത്രം ജീവിച്ച കുഞ്ഞ് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് അനശ്വരതയിലേക്ക്, നിത്യതയിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരിയായി എക്കാലവും നമ്മൾ ഈ കേരളക്കര ഒന്നടങ്കം ഓർത്തിരിക്കുന്ന, ഹൃദയത്തോട് ചേർക്കുന്ന, അത്രമാത്രം എല്ലാവരുടെയും നൊമ്പരമായി മാറുകയാണ് ആലൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായം മാത്രമുള്ള കുഞ്ഞ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇക്കഴിഞ്ഞ 5-ാം തീയതിയായിരുന്നു ആലൻ ഷെറിനും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും പിന്നീട് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തത്. ഈ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നാലെ ആലൻ ഷെറിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് ഈ കുടുംബം എടുത്തൊരു തീരുമാനം കേരള പൊതുസമൂഹത്തെ ഒന്നടങ്കം അവരെ ഹൃദയത്തോട് ചേർത്തുന്ന തരത്തിലായിരുന്നു. കാരണം ഈ സംസ്ഥാനത്തെ, ഒരുപക്ഷെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായിട്ട് ആ ഒരു ഗണത്തിലേക്ക് കൂടി ചേർക്കപ്പെടുകയാണ്. മാലാഖമാരുടെ ഗണത്തിലേക്ക് ആലൻ ഷെറിൻ ചേർക്കപ്പെടുമ്പോൾ മറ്റൊരു കാര്യം കൂടി, ആലൻ ഷെറിൻ്റെ പേര് വലിയ തരത്തിൽ എഴുതി ചേർക്കപ്പെടുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്നുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഗണത്തിലേക്ക് കൂടിയാണ് ആലൻ ഷെറിൻ ചേർക്കപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.